ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക. പഠിക്കുന്നുണ്ടോ? അതുമാത്രം ചോദിക്കരുത് അല്ലേ? എന്തായാലും പഠിക്കണം കേട്ടോ, എല്ലാവരും നല്ലോണം പഠിക്കണം. സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്റർ അവസാനിപ്പിച്ചു. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്, 4th ചാപ്റ്ററാണ്. 4th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ്. 9ലും 10ലും നിങ്ങൾക്ക് 3ാമത്തെ ചാപ്റ്ററായിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ടാണ് പഠിക്കാൻ വരുന്നത്. അപ്പോൾ അവർ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ പാഠപുസ്തകത്തിൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ബിൽഡിങ്സിൻ്റെ ഫോട്ടോസ് കാണാം. അപ്പോൾ ഒരു വൃത്താകൃതിയിൽ കുറേ തൂണുകളൊക്കെ ആയിട്ട് ഇന്ത്യയുടെ പതാകയൊക്കെ മേളിലേക്ക് ഉയർന്നിട്ട് ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ബിൽഡിംഗ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കെട്ടിടം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് ആണ്. ദ പാർലമെൻറ്റ് ബിൽഡിംഗ് വിച്ച് റെപ്രസെൻറ്റ് ദ ലെജിസ്ലേച്ചർ. ഇന്ത്യൻ ലെജിസ്ലേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മുടെ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. പാർലമെൻറ്റ് ബിൽഡിംഗ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ലെജിസ്ലേച്ചർ. അപ്പോൾ ആദ്യത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ബിൽഡിംഗ്. അപ്പം ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ 3 പിരിവുകളിൽ ഒന്നായ ലെജിസ്ലേച്ചറിനെ, നിയമ നിർമ്മാണത്തെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിലെ എല്ലാ നിയമങ്ങളും ഉണ്ടാകുന്നത് ഈ ബിൽഡിങ്ങിനകത്ത് വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ പാർലമെൻറ്റ് സെഷൻസ് ആർ ഹെൽഡ്. നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സെഷൻസ്, നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സെഷൻസ് മുഴുവൻ നടക്കുന്നത് ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തത് നിങ്ങൾ നോക്കിയേ, വളരെ മനോഹരമായിട്ട് ഒരു വളരെ വളരെ രാജകീയമായൊരു കൊട്ടാരം പോലെ ഒരു ബിൽഡിംഗ് ആണ് അല്ലേ? ഒരു മുഗൾ സ്ട്രക്ചറാണത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഹൗസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2ാമത്തെ പിരിവായ എക്സിക്യൂട്ടീവിനെയാണ്. കാര്യനിർവഹണം. ഓക്കെ, ഇനി 3ാമതായി കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇന്ത്യയുടെ ഒരു ബിൽഡിംഗ് ആണ്. അതേതാണ്? സുപ്രീം കോർട്ട്. ഏതാണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സുപ്രീം കോടതി. അപ്പോൾ ഇന്ത്യൻ സുപ്രീം കോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വേണ്ടി നൽകുന്നത് ജുഡീഷ്യറി എന്ന ഭാഗമാണ്. നീതി, ന്യായം. അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ 3 പിരിവുകളെ നമ്മൾ 3 പിരിവുകളായിട്ടാണ് ഗവൺമെൻറ്റിനെ വെച്ചിരിക്കുന്നത്. അതിൽ 1ാമത്തതാണ് പാർലമെൻറ്റ്, ഇന്ത്യയുടെ പാർലമെൻറ്റ്, ഇന്ത്യയുടെ നിയമനിർമ്മാണ മേഖല. അവിടെ വെച്ചിട്ടാണ് നമുക്ക് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മുടെ പത്രിക അടിച്ചെടുക്കുന്നത് ഇങ്ങനെ ടക്കേന്ന് അടിച്ചെടുക്കുന്ന ഒരു സാധനമല്ല ഇന്ത്യൻ നിയമം എന്ന് പറയുന്നതിന്. ഒരുപാട് കടമ്പകളുണ്ട്. വി വിൽ ഡിസ്കസ്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഈ 3 പിരിവുകളെ നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവൻ ആൻഡ് സുപ്രീം കോർട്ട് ആർ റിലേറ്റഡ് ടു 3 organs of the government, namely legislature, executive and judiciary. അതായത് ഇന്ത്യൻ പാർലമെൻറ്റ്, പ്രസിഡൻഷ്യൽ ഹൗസ് ഓർ രാഷ്ട്രപതി ഭവൻ ആൻഡ് സുപ്രീം കോർട്ട്. These 3 are related to 3 Indian government's organs. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ 3 ഭാഗങ്ങളെ റിലേറ്റ് ചെയ്ത് ഇവ നിൽക്കുന്നു. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ലെജിസ്ലേച്ചർ?
അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമ നിർമ്മാണം. അപ്പോൾ ലെജിസ്ലേച്ചർ എന്ന ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മൂന്നായിട്ട് അങ്ങോട്ട് തിരിച്ചെഴുതാം. ബിൽഡിംഗ് ഒക്കെ അങ്ങ് പോട്ടെ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആദ്യത്തെ പിരിവെന്ന് പറയുന്നത് ഏതാണ്? ലെജിസ്ലേച്ചർ. രണ്ടാമത്തത് എക്സിക്യൂട്ടീവ്. മൂന്നാമത്തത് ജുഡീഷ്യറി. ഓക്കെ, ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ ആണ്. ലെജിസ്ലേച്ചറിലെ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മേക്സ് ലോ, നിയമം ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചറിലാണ്. അടുത്തതെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ അവിടെ ഇംപ്ലിമെന്റ് ലോ എന്നുള്ളതാണ്. നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തണം. ജുഡീഷ്യറിയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഇന്റർപ്രറ്റ്സ് ലോ എന്നാണ് പറയുക. ഇന്റർപ്രറ്റ്സ് ലോ. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ 3 ഭാഗങ്ങൾ നമ്മൾ പറയുന്നു. ഒന്ന് ലെജിസ്ലേച്ചർ, നിയമം ഉണ്ടാക്കുന്നു, മേക്സ് ലോ. 2 എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണം, നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. 3 ജുഡീഷ്യറി, നീതിന്യായം, അവിടെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ആരെങ്കിലും നിയമങ്ങളെ അനുസരിക്കാതിരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു, ജനങ്ങളെ കൊണ്ട് നിയമങ്ങൾ അനുസരിപ്പിക്കുന്നു. അങ്ങനെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം പണ്ടേ നശിച്ചു പോയേനെ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ നമ്മൾ 3ആയി തരം തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തുള്ള അംഗങ്ങളെ നമുക്ക് നോക്കാം. ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പാർലമെന്റാണ്, പാർലമെന്റ് ബിൽഡിംഗ് ആണ്. ആ പാർലമെന്റ് ബിൽഡിങ്ങിൽ നമുക്ക് 2 സഭകളുണ്ട്. അതാണ് രാജ്യസഭ ആൻഡ് ലോക്സഭ. ഇവിടെ ഞാൻ എഴുതുന്നില്ല, ഓക്കെ, ഇവിടെ മേക്സ് ലോ നടക്കട്ടെ. രാജ്യസഭ, ലോക്സഭ. അതിൻ്റെ കൂടെ ഇന്ത്യൻ പാർലമെന്റിന്റെ മെമ്പർ അല്ലെങ്കിലും, ബിക്കോസ് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ MP, അതായത് നമ്മൾ ഇലക്ഷനിൽ വിജയിപ്പിച്ച് വിടുന്നവരാണ് MP മാരാകുക ഡൽഹിയിൽ. അപ്പോൾ ആ MP അല്ലാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിൻഷൻസിലൂടെ അധികാരത്തിലെത്തുന്ന ആളാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ലെജിസ്ലേച്ചറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, തലവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ്, രാജ്യസഭ, ലോക്സഭ, ഈ 3 ഭാഗം കൂടി ചേരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ്, രാജ്യസഭ, ലോക്സഭ, ഈ 3 ഭാഗങ്ങൾ ചേരുന്നതാണ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ കാര്യനിർവഹണം നിയമനിർമ്മാണം എന്ന് പറയുന്നത്. അവിടെ പ്രസിഡന്റ് ഉണ്ട്, രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. ഇവർ 3 കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി എക്സിക്യൂട്ടീവിലേക്ക് വരുമ്പോൾ, അതായത് കാര്യനിർവഹണത്തിലേക്ക്, ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ, ലോസ് അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലേക്ക് വരുമ്പോൾ അവിടെയും തലവൻ പ്രസിഡന്റാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ഏറ്റവും ഉയർന്ന പൊസിഷൻ കൊടുത്തിരിക്കുന്നത്, സർവ്വസൈന്യാധിപൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയും പ്രസിഡന്റ് തന്നെയാണ് അധികാരി. പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റുകളുണ്ട്. അതായത് ഇന്ത്യൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരുടെ കൂട്ടവും പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും ചേർന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. കാര്യനിർവഹണം, അവരാണ് ഈ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്.
ഇനി അടുത്ത നമ്മുടെ ജുഡീഷ്യറിയിലേക്ക് വരുമ്പോൾ അവിടെയാണല്ലോ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ആ ജുഡീഷ്യറിയും ഇങ്ങനെ തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ സുപ്രീം കോർട്ട് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എവിടെയാണ്? ഡൽഹിയിൽ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഹൈക്കോർട്ട് ഓഫ് ഈച്ച് ആൻഡ് എവരി സ്റ്റേറ്റ്. ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റേറ്റുകൾക്കും ഹൈക്കോടതികളുണ്ട്. എവിടെയാണ് കേരളത്തിൻ്റെ ഹൈക്കോടതി? എറണാകുളത്താണ് അല്ലേ, തിരുവനന്തപുരത്തല്ല കേട്ടോ. ദെൻ ഡിസ്ട്രിക്ട് കോർട്ട്, ജില്ലാ കോടതികളുണ്ട്. ജില്ലയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ ജില്ലാ കോടതികളുണ്ട്. സബ് കോടതികളുണ്ട്, മുൻസിഫ് കോടതികളുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. അതായത് താഴേക്കിടയിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് പോലും നീതി ഉറപ്പാക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറി ഇങ്ങനെ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാവരുടെ കേസും കൊണ്ട് സുപ്രീം കോടതിയിലോട്ട് പോകാക്കുമോ? പറ്റില്ല. അപ്പോൾ താഴെ മജിസ്ട്രേറ്റ് കോടതിയിൽ തുടങ്ങി അങ്ങ് മുകളിൽ സുപ്രീം കോർട്ട് വരെ നീളുന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസിൽ, 3 ഘടകങ്ങളിൽ ദ മോസ്റ്റ് പവർഫുൾ വൺ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിഭാഗമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ബിക്കോസ് ഇന്ത്യൻ ജുഡീഷ്യറി ക്യാൻ ക്വസ്റ്റ്യൻ എനിബഡി. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാം. ദ സുപ്രീം കോർട്ട് ക്യാൻ ക്വസ്റ്റ്യൻ ഈവൻ ഇന്ത്യൻ പ്രസിഡന്റ് ഓർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യൻ പ്രസിഡന്റിനോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെയോ പോലും സുപ്രീം കോർട്ടിന് ചോദ്യം ചെയ്യാം ഇഫ് എനിത്തിങ് ഗിൽട്ടി, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ. വേറെ ആർക്കും പറ്റില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള അധികാരങ്ങൾ ഉണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിക്ക്. അപ്പോൾ നമുക്ക് ഓപ്പണായി തന്നെ പറയാം, നമ്മുടെ ഗവൺമെൻറ് ഫങ്ഷൻസിൽ ഏറ്റവും ശക്തമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. സോ നമുക്ക് ലെജിസ്ലേച്ചറിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദ പാർലമെൻറ്റ്. ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻ്റ് ആണ് ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് ദ 2 ഹൗസസ്, നെയിംലി രാജ്യസഭ ആൻഡ് ലോക്സഭ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ രാജ്യസഭ. നമ്മുടെ പാർലമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പാർലമെൻറ്റ് ഈസ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് തന്നത്? ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ദ്വിമണ്ഡല സഭയാണ് നമ്മളത്. 2 മണ്ടന്മാരുള്ള സഭയെന്നല്ല, ദ്വിമണ്ഡല സഭ. 2 ഭാഗങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് 2 കെട്ടിടങ്ങളല്ല കേട്ടോ, 2 നിലയെന്നല്ല, 2 വിഭാഗങ്ങൾ. അതാണ് രാജ്യസഭയും ലോക്സഭയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ രാജ്യസഭ, എന്താണ് ഈ ലോക്സഭ. ദ രാജ്യസഭ ഈസ് നോൺ ആസ് ദ അപ്പർ ഹൗസ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിഭാഗമാണ് രാജ്യസഭ, അപ്പർ ഹൗസ്, ഉപരിമണ്ഡലം. അപ്പോൾ സ്വാഭാവികമായും ലോക്സഭ ഏതായിരിക്കും? ലോവർ ഹൗസ്, താഴ്ന്ന ഭാഗം, അധോമണ്ഡലം. മറ്റേത് ഉപരിമണ്ഡലവും ഇത് അധോമണ്ഡലവും. സിൻസ് ഇറ്റ് ഹാസ് 2 ഹൗസസ് ഇറ്റ് ഈസ് നോൺ ആസ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ഇങ്ങനെ 2 ഹൗസ് ഉള്ളത് കൊണ്ട് തന്നെ, 2 ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെയാണുള്ളത്? പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ രാജ്യസഭയുണ്ട്, അതുപോലെ ലോക്സഭയുണ്ട്. ഇത് 3 ചേരുന്നതാണ് ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഒരു ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറാണ്. അതായത് ഒരു ദ്വിമണ്ഡല സഭയാണ്. 2 മണ്ഡലങ്ങളുള്ള, 2 വിഭാഗങ്ങളുള്ള ഒരു സഭ. ആൻഡ് ദാറ്റ് ഈസ് രാജ്യസഭ ആൻഡ് ലോക്സഭ. ഒന്ന് രാജ്യസഭയും മറ്റൊന്ന് ലോക്സഭയും. ഐഡൻറ്റിഫൈ ചെയ്തോ? അപ്പോൾ നമുക്കിനി അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ രാജ്യസഭ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പർ ഹൗസ് അല്ലെങ്കിൽ ഉപരിസഭയാണ് രാജ്യസഭ. ലോക്സഭ എന്ന് പറയുന്നത് എന്താണ്? ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോസഭയാണ് ലോക്സഭ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 238 അംഗങ്ങൾ, 238 മെമ്പേഴ്സാണ് രാജ്യസഭയിൽ ഉള്ളത്. ഓക്കെ,
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റിനെ സഹായിക്കാനായിട്ട് 238 രാജ്യസഭ MP-മാരെ നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്നു ഫ്രം അവർ സ്റ്റേറ്റ്സ്, നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്നും. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റെപ്പുകളായിട്ട്, റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് ഇവരെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അങ്ങ് ഡൽഹി പാർലമെന്റിൽ അറിയിക്കുക എന്നതാണ് ആ MP-മാരുടെ ചുമതല എന്ന് പറയുന്നത്. അങ്ങനെ 238 പേരെ നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടും. പിന്നെ ഒരു 12 പേരെ, ദെൻ ഒരു 12 മെമ്പേഴ്സിനെ വി വിൽ നോമിനേറ്റ്. പേരെ നമ്മൾ നോമിനേറ്റ് ചെയ്യും, നാമനിർദ്ദേശം ചെയ്യും. അത് ഇന്ത്യൻ പ്രസിഡന്റിനോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോ അവരെ നാമനിർദ്ദേശം ചെയ്യാം. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഈ നാമനിർദ്ദേശം? അതായത് ഇവർ ഇലക്ഷനെ നേരിടണ്ട, പകരം എന്ത് ചെയ്യാം, ഇവർക്ക് നേരിട്ട് എവിടേക്ക് പോകാം? രാജ്യസഭയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചവരായിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫിലിം ആക്ടർക്ക്, അതായത് വളരെ ഉന്നതമായ രീതിയിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ അങ്ങ് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഫിലിം ആക്ടറെ വേണമെങ്കിൽ നമുക്ക് നാമനിർദ്ദേശം ചെയ്യാം. അങ്ങനെ നാമനിർദ്ദേശം കിട്ടിപ്പോയ വ്യക്തിയാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത്. അമിതാഭ് ബച്ചൻ ഒരു MP ആയിരുന്നു. അതുപോലെ സ്പോർട്സ് മേഖലയിൽ, അതല്ലെങ്കിൽ നമ്മുടെ കായിക മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്ക് എവിടെ പോകാം? നോമിനേറ്റ് ചെയ്ത് അവർക്ക് നമ്മുടെ താല്പര്യമുണ്ടെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്ത് വിടും. സച്ചിൻ, രമേശ് ടെണ്ടുൽക്കർ, അതായത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ മേരി കോം, ഇവരൊക്കെ അങ്ങനെ പോയവരാണ്. പിന്നെ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് സുരേഷ് ഗോപി. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുമാണ് സുരേഷ് ഗോപിയെയും അങ്ങോട്ട് നോമിനേറ്റ് ചെയ്തത്. ഈ നോമിനേഷനകത്തൊക്കെ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തും ചെറിയ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ കാണിക്കരുതെന്നാണ് കേട്ടോ. എന്തായാലും 238 പേർ എലക്ട് ചെയ്ത് ചെല്ലുമ്പോൾ 12 പേർ നോമിനേറ്റ് ചെയ്ത് കൂടി ചെല്ലുന്നു. അങ്ങനെ മൊത്തം 250 മെമ്പേഴ്സ് ഉപരിസഭയായ അപ്പർ ഹൗസായ രാജ്യസഭയിലുണ്ടാകും. മൊത്തം 250 പേർ. ഓക്കെ, ഇനിയുള്ളത് ഈ രാജ്യസഭയെ അറിയപ്പെടുന്ന ഒരു പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ അതിൻ്റെ കാരണം പറഞ്ഞു. എന്താണ്? നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റാണ് ഈ രാജ്യസഭയിലേക്കുള്ള MP-മാരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അവിടെ ജനങ്ങൾക്ക് നേരിട്ട് അവരെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്നവരാണ് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ കറങ്ങിയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ തന്നെയാണ് അവരെയും തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നമ്മളവിടെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്, നേരിട്ട് പോയി വോട്ട് ചെയ്ത് അവരെ തിരഞ്ഞെടുക്കുന്നില്ല. അവർ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായി പോകുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യസഭയെ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ, സംസ്ഥാനങ്ങളുടെ സഭ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഇറ്റ്സ് എ പെർമനൻ്റ് ഹൗസ്. ഇതാണ് ഏറ്റവും രാജ്യസഭയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. അതൊരു സ്ഥിരം സഭയാണ്. കാരണം അവിടെ ഒരു ദിവസം പോലും സഭ പിരിച്ചു വിടപ്പെടുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നവരെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. ഓരോ 2 വർഷം കഴിയുമ്പോഴും, യഥാർത്ഥത്തിൽ വ്യക്തികൾക്ക് 6 വർഷമാണ് കാലാവധി. അപ്പോൾ ഓരോ 2 വർഷം കഴിയുമ്പോഴും ഓരോ വിഭാഗം വീതം ഇങ്ങനെ ഔട്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് ഒരു വിഭാഗം ഔട്ടാകുമ്പോൾ അവരുടെ 6 വർഷം പൂർത്തിയാക്കി ഇവിടുന്ന് ഒരു വിഭാഗം ഔട്ടാകുമ്പോൾ തൊട്ട് ബാക്കി വരുന്നവർ 4 വർഷം പൂർത്തിയാക്കത്തതേ ഉള്ളൂ. അപ്പോൾ അവരടുത്തതിലേക്ക് വരും. അതിന് തൊട്ട് മേളിൽ നിൽക്കുന്നവർ 2 വർഷം പൂർത്തിയാക്കത്തേ ഉള്ളൂ, അവരടുത്തതിലേക്ക് വരും. അതായത് അവിടെ സഭയിൽ അംഗങ്ങൾ ഇല്ലാതാകുന്നില്ല. ഇപ്പോഴും 2 ഗ്രൂപ്പ് കൂടി ഇരിപ്പുണ്ട്. അപ്പോഴേക്കും അടുത്ത ഇലക്ഷൻ വന്ന് പുതിയ ഗ്രൂപ്പ് കൂടെ ആഡ് ആവും. അങ്ങനെ ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഒരിക്കലും ആ സഭ എന്ത് ചെയ്യുന്നില്ല? പിരിച്ചു വിടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലെജിസ്ലേച്ചറിൻ്റെ പെർമനൻ്റ് ഹൗസ്, സ്ഥിരം സഭയാണ് ഇന്ത്യൻ രാജ്യസഭ എന്ന് പറയുന്നത്. നമ്മുടെ വൈസ് പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രിസൈഡ്സ് ഓവർ ദി സെക്ഷൻ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ രാജ്യസഭയുടെ സെഷൻസ് അല്ലെങ്കിൽ രാജ്യസഭ കൂടുമ്പോൾ ആ സെഷൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിംഗ്
ഹെഡ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ആരാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ്? ആർക്കറിയാം? ഞാനല്ലേ. ദാറ്റ് ഇസ് വെങ്കയ്യ നായിഡു. ആരാണ്? വെങ്കയ്യ നായിഡു ആണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? ഇനി കണ്ടിട്ടില്ലെന്ന് പറയല്ലേ. ഇതാണ് ആള്, കണ്ടോ? ഹിസ് മിസ്റ്റർ വെങ്കയ്യ നായിഡു. ഓക്കെ. അപ്പോൾ ഇദ്ദേഹമാണ് രാജ്യസഭ ഹെൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യസഭ ഭരിക്കുന്ന ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റിൻ്റെ അത്രയും പവർ ഇല്ലെങ്കിലും പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ, ആബ്സെൻസ് ഓഫ് പ്രസിഡന്റിൻ്റെ ആബ്സെൻസിൽ ആ അധികാരം ലഭിക്കുന്നത് വൈസ് പ്രസിഡന്റിനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രാജ്യസഭയെക്കുറിച്ച്, വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അതിനകത്ത് രാജ്യസഭയെക്കുറിച്ച് ഒരുപാട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് രാജ്യസഭയിൽ ഏതാണ്ട് 238 അംഗങ്ങൾ സ്റ്റേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു. 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നു. അതിനെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു സ്ഥിരം സഭയാണ്, ഒരു പെർമനൻ്റ് ഹൗസാണ്. വൈസ് പ്രസിഡൻറ്റ് ആണ് ആ സെഷൻ ഹെൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെഷൻ പ്രിസൈഡ് ചെയ്യുന്നത് വൈസ് പ്രസിഡൻ്റാണ്. വെങ്കയ്യ നായിഡു ആണ് നമ്മുടെ വൈസ് പ്രസിഡൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇനി അടുത്തത് ലോക്സഭയാണ്. രാജ്യസഭയിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ലോക്സഭയിൽ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലോക്സഭയിലെ വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 238 12 250 അംഗങ്ങളല്ല ലോക്സഭയിൽ. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിലെ 135 കോടി ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, അതായത് നേരിട്ട് നമ്മളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 ഡയറക്ട്ലി എലക്റ്റഡ് MP-മാർ ഇന്ത്യൻ ലോക്സഭയിലുണ്ട്. അപ്പം നമ്മളെല്ലാം കൊല്ലം മണ്ഡലംകാരാണ്. കൊല്ലം മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണ് NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് കൊല്ലം മണ്ഡലത്തിൻ്റെ MP എന്ന് പറയുന്നത്. അങ്ങനെ കേരളം മുഴുവൻ മൊത്തം 20 മണ്ഡലങ്ങളിൽ നിന്നും 20 MP-മാരെ നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതാണ് വെച്ചാൽ നമ്മുടെ കൊല്ലം MP എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമല്ലോ, NK പ്രേമചന്ദ്രനാണ്. ദെൻ അങ്ങനെ 543 MP-മാരെയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ MP-മാർ തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ശക്തിയാണ് യഥാർത്ഥത്തിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ രാജ്യത്തെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം അവർക്ക് ഏകദേശം 83 84 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ. അപ്പം ഈ 543-ൽ 543 കൂടാതെ ഒരു 2 പേരെ നമ്മൾ നോമിനേറ്റ് ചെയ്യും. 2 പേരും നോമിനേറ്റഡ് ആണ്. 2 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ അറിയുന്നത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് ഈ ഒരു ലോക്സഭ അറിയപ്പെടുന്നത്. കാരണം റെപ്രസെൻറ്റേറ്റീവ്സ് ആണല്ലോ അവിടെ ചെല്ലുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് 20 MP-മാർ ചെല്ലുന്നുണ്ട്. 20 MP-മാർ. അത് തന്നെ നമുക്ക് അഭിമാനിക്കാം. കൊല്ലത്തുനിന്ന് 2 പേരുണ്ട് കേട്ടോ. അതായത് കൊല്ലം മണ്ഡലത്തിൽ നിന്നല്ല, നമ്മുടെ കാസർഗോഡ് നിന്നൊക്കെ ജയിച്ചിരിക്കുന്ന ഉണ്ണിത്താൻ എന്ന് പറയുന്ന MP, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MP നമ്മുടെ കൊല്ലക്കാരനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം 20ഓളം MP-മാർ എന്ത് ചെയ്യുന്നുണ്ട്? തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്. അങ്ങനെ 543 MP-മാരാണ് നമ്മുടെ സെൻട്രലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 5 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യസഭ പോലെ ഒരു പെർമനൻ്റ് ഹൗസ് അല്ലത്. ഇത് പെർമനൻ്റ് അല്ല, ഇത് പിരിച്ചുവിടപ്പെടും. 5 വർഷമാണ്. അവരാണ് പിന്നീട് ആ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരാണോ അവരാണ് പിന്നീട് സെൻട്രലിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടും എലക്ട് ചെയ്യപ്പെടുന്നത് NDA ഗവൺമെൻറ്റാണ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അല്ലെങ്കിൽ BJP സഖ്യത്തിൻ്റെ ഗവൺമെൻറ്റാണ് എലക്ട് ചെയ്യപ്പെടുന്നത്. അവരുടെ ഒരു MP ആയ അല്ലെങ്കിൽ അവർ പ്രധാനമന്ത്രിയായി മുന്നോട്ട് വെച്ചത് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി മാറുന്നു. അതിനു മുൻപ് നമുക്കറിയാം കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, UPA സഖ്യം ഭരിച്ചിട്ടുണ്ട് ഇന്ത്യ. അതുപോലെ തന്നെ ഏകദേശം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രിയായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാവായ നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ. ഇന്ത്യ ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അടൽ ബിഹാരി വാജ്പേയിയെ പോലെയുള്ളവരൊക്കെ വന്ന് അധികാരം പിടിച്ചെടുക്കുന്നത്. അവർ കൊയിലേഷൻ ഗവൺമെൻറ്റിലൂടെ കോൺഗ്രസിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നത്. പിന്നീട് കുറേ കാലത്തേക്ക് നമുക്ക് കൊളീഷൻ ഗവൺമെൻറ് ആയിരുന്നു, അതായത് ഇങ്ങനെ മിക്സഡ് ഗവൺമെൻറ് ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു സിംഗിൾ ഗവൺമെൻറ് നമുക്ക് പിന്നെയും വരുന്നത്. അതിപ്പോൾ 2 തവണയായിട്ട് BJP തന്നെ ജയിക്കുന്നു, അല്ലെങ്കിൽ NDA സഖ്യം തന്നെ ഇന്ത്യ
ജയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലോക്സഭയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ലോക്സഭയിൽ ഒരു മറ്റൊരു പ്രത്യേകത പറയുന്നത്, നമുക്ക് രാജ്യസഭ വൈസ് പ്രസിഡൻ്റാണ് പ്രിസൈഡ് ചെയ്യുന്നതെങ്കിൽ ലോക്സഭ പ്രിസൈഡ് ചെയ്യുന്നത് സ്പീക്കറാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർള എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഓം ബിർള, കേട്ടോ. ഹീസ് മിസ്റ്റർ ഓം ബിർള. അദ്ദേഹമാണ് ഓം ബിർള എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്ഷൻ വരുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾക്കറിയാം, രാംനാഥ് കോവിന്ദാണ്. അദ്ദേഹത്തിൻ്റെയും വേണമെങ്കിൽ അദ്ദേഹത്തിനെ പിന്നെ കാണിച്ചു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്. ഇപ്പോൾ രാംനാഥ് കോവിന്ദാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. പ്രധാനമന്ത്രി ആരാണെന്ന് നിങ്ങൾക്കറിയാം, ഇന്ത്യ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വി വിൽ ഡിസ്കസ് അബൌട്ട് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓക്കെ, ഗുഡ് ബൈ.